ശലോമോന് കിട്ടിയ വലിയൊരു ഗിഫ്റ്റിനെ കുറിച്ച് പഴയ നിയമം പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് തപ്പിയെടുത്ത് വായിച്ചാൽ മതി എവിടെയാണെന്ന്. ശലോമോന് ദൈവം 3 ഗിഫ്റ്റുകൾ കൊടുത്തത്രേ. ഒന്ന്, ശലോമോന് ജ്ഞാനം കൊടുത്തത്രേ. വിസ്ഡം, ജ്ഞാനം കൊടുത്തു, നല്ല കാര്യമല്ലേ. രണ്ടാമത് ശലോമോന് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച കിട്ടിയത്രേ. ഇത് രണ്ടും എന്നെ അത്രയൊന്നും പ്രലോഭിപ്പിക്കുന്നില്ല, സത്യം പറയാലോ. ജ്ഞാനവും ഉൾക്കാഴ്ചയും അതെന്തൊക്കെ എത്രത്തോളം കിട്ടിയാലും ശരിയാവില്ല എന്ന് തോന്നലുള്ളത് കൊണ്ട് ജ്ഞാനവും ഉൾക്കാഴ്ചയും ഒക്കെ വിട്ടാലും ശലോമോന് ദൈവം കൊടുത്ത 3ാമത്തെ ഒരു സൗഭാഗ്യമുണ്ട്. അത് എന്നെ നിങ്ങളെയും ഒക്കെ മോഹിപ്പിക്കേണ്ടതാ, വ്യാമോഹിപ്പിക്കേണ്ടതാ, അതിൻ്റെ പിന്നാലെ ഒന്ന് പോകേണ്ടതാ. അവന് ദൈവം കടൽ തീരം പോലെ ഒരു മനസ്സ് കൊടുത്തു. നിസ്സാരമായൊരു കാര്യമാണോ? പ്രാവിൻകൂട് പോലെ കുറുകി ചെറുതായ ഹൃദയം, അവനവൻ അപ്പുറത്ത് വേറെ ആർക്കും ഒരു ഇറ്റ് സ്ഥലമില്ലാത്ത അത്ര ഇടുക്കത്തിൻ്റെ ഹൃദയവുമായിട്ട് ജീവിക്കുക നമ്മൾ ഓരോരുത്തരും. അപ്പോഴാണ് ശലോമോൻ ദൈവത്തിൽ നിന്ന് കടൽ തീരം പോലെ ഒരു മനസ്സ് സമ്പാദിച്ചത്. അതിനകത്ത് എല്ലാവരെയും ഒന്ന് ഉൾക്കൊള്ളുവാനായിട്ട്, ദരിദ്രരെയും ആലംബമില്ലാത്തവരെയും വിധവകളെയും അലഞ്ഞു തിരിയുന്നവരെയും, ഇത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമൊന്ന് ഓടിച്ചു നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും എഴുതേണ്ട ഒരു ഫൈനൽ എക്സാമുണ്ട്, ഒരു വാർഷിക ഒടുക്കത്തെ പരീക്ഷയുണ്ട് അത്രേ. എല്ലാവരും അത് എഴുതിയേ മതിയാവും. എൻ്റെ അധ്യാപകർ വരെ പിതാക്കന്മാരോട് ഇരിപ്പുണ്ട്. ആ ഓർമ്മ പറയട്ടെ, അത് എഴുത്ത് പരീക്ഷയാണോ ചോദ്യോത്തരമാണോ എന്നറിയില്ല, ഒരു പരീക്ഷയുണ്ട്. അത് കടന്നാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. ഇതുവരെ ഞാൻ സമ്പാദിച്ചു ഒന്നും എന്നെ അവിടെ സഹായിക്കാനും വരില്ല. യേശു ഒരു പാവമായിരുന്നത് കൊണ്ട്, കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞാൽ ഒരു ഭോഷനായിരുന്നത് കൊണ്ട് ഈ 6 ചോദ്യങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വെറും 6 ചോദ്യങ്ങൾ. എന്നിട്ട് കുറച്ചും കൂടി ഉദാരനായിട്ട് അദ്ദേഹം അത് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ചോദ്യപേപ്പർ പ്രിൻ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര കാലം മുമ്പ്? 2000 വർഷം മുമ്പ്. അത് ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കിട്ടും. ഒന്ന്, എനിക്ക് വിശന്നു എന്നുള്ളതാണ്. ഈ പഴയ സംഭവമാണോ? ഇത് ഞങ്ങൾക്ക് നല്ല നിശ്ചയമാണെന്നാണ് നിങ്ങൾ ആരൊക്കെയോ പിറുപിറുക്കുന്നത്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഈ 6 കാര്യങ്ങൾ അടങ്ങിയ ഒരു വലിയ ഫൈനൽ എക്സാം എഴുതാനുണ്ട് ഓരോ ക്രിസ്തു ഭക്തരും. എന്നിട്ടോ നമ്മളതിന് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ഉത്തരം കൊടുത്തു? വിശക്കുന്നവന് അപ്പം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണക്കുകൾ എഴുതി എവിടെയൊക്കെയോ സൂക്ഷിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഒഴിവാക്കണ്ടേ അല്ലേ? ശരിയാ, ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ തന്നെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-23 വെറുതെ ഒന്ന് വായിച്ചാൽ മേലിൽ പിന്നെയും ബൈബിൾ വായിക്കില്ല, പിന്നെ കൈകൊണ്ട് ഈ പുസ്തകം തൊടില്ല. അതുകൊണ്ട് വായിക്കാനും പ്രേരിപ്പിക്കാൻ മേല, വായിക്കരുതെന്ന് പറയാനും മേല. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ യേശുവിന് മുമ്പിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് പറയും. വലിയ ചില അവകാശവാദങ്ങൾ അവർക്ക് പറയാനുണ്ട് യേശുവിനോട്. നിസ്സാരമായ കാര്യമല്ല കേട്ടോ. അവർ പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അനേക സൗഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മളിനി എന്നാ വളരുന്നല്ലേ? കുറേ ആളുകൾ യേശുവിന് മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയുകയല്ലേ. യേശു പറയും, അന്ന് അവരെന്നോട് പറയും, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്, അനേക വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതല്ല, ഈ ഉടയവന് നമ്മളെ തിരിച്ചറിയാനായിട്ട് അദ്ദേഹത്തിലും നമ്മളിൽ എന്തെങ്കിലും പൊതുവായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്കകത്ത് ഒരു സ്നേഹമുണ്ടോ എന്നുള്ളതാണ്. വൈകി ഈ 2 വീലറെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കുടുംബസ്നേഹം എനിക്ക് തോന്നും. വണ്ടി നിർത്തും, ഒരു 1/2 കിലോ കോവയ്ക്ക, ഒരു ബ്രെഡിൻ്റെ കൂട്, ഒരു മിൽമയുടെ പ്ലാസ്റ്റിക് കവർ മതി. പൊരിഞ്ഞ കുടുംബസ്നേഹം തൂക്കിയ വീട്ടിലേക്ക് കയറി ചെല്ലുക.
ഭൂമിയിലെ ഭൂരിപക്ഷം അപ്പന്മാരും ഭർത്താക്കന്മാരുടെയും കുടുംബത്തെക്കുറിച്ചുള്ള സ്നേഹവും കരുതലും ഒക്കെ ഈ മാതിരിയാണ്. ഇതാണോ സ്നേഹം എന്ന് പറയുന്നത്? ഇതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട് അകത്തുണ്ടാകാവുന്ന പൊട്ടിത്തെറിയെ ഓർത്തുള്ള ഒരു ചെറിയ എന്താ പറയുക കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ഇതല്ല. ഒരു മെയ് മാസമൊക്കെ വരുമ്പം നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഉന്തുവണ്ടിയൊക്കെ എടുത്ത് എന്തുമാത്രം കരുതലാണ് മക്കളെ ഓർത്തല്ലേ. നിങ്ങളെക്കുറിച്ചല്ല, എന്നെക്കുറിച്ച് രണ്ടുപേരുണ്ട്. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നിങ്ങനെ അതിൻ്റെ പ്രൈസൊക്കെ നോക്കി കണക്ക് കൂട്ടി തെറ്റി കുഴഞ്ഞു മറിഞ്ഞ് പെറുക്കിയിടുകയല്ലേ. ആ പെറുക്കിയിടുന്നതോടുകൂടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കല്ലാത്ത നമ്മുടേതല്ലാത്തൊരു കൊച്ചിനെക്കുറിച്ച് നമുക്കൊരു വ്യാകുലത വരാത്തത്? ഒരു ചെറിയ ബാഗ്, ഒരു കൊട, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, കുറച്ച് സ്റ്റേഷനറി ഐറ്റം എല്ലാം കൂടെ വാരിയിട്ട് അതൊന്ന് ഭംഗിയായിട്ട് പൊതിഞ്ഞ് പിറ്റേ ഞായറാഴ്ച നമ്മളിങ്ങനെ ഭക്തരായിട്ട് നിൽക്കുന്നൊരു സ്ഥലമില്ലേ, എല്ലാ ഞായറാഴ്ചയും അവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോകാനായിട്ട്, പള്ളി അടയ്ക്കാനായിട്ട് ബന്ധപ്പെട്ടവർ വരുമ്പോൾ ഒരു പൊതി കിട്ടും അവർക്ക്. ആരോ എന്തോ വെച്ച് മറന്നെന്ന് വിചാരിച്ച് പെട്ടെന്ന് തുറക്കുമ്പോൾ ഒരു പുതിയ ബാഗും കുറച്ച് നോട്ട് ബുക്കും സ്റ്റേഷനറിയൊക്കെ കാണുമ്പോൾ ബോധമുള്ള അവർക്ക് പിടുത്തം കിട്ടും ആരെയോ ഏൽപ്പിക്കാനായിട്ട്. വിശ്വാസത്തോടെ പള്ളി ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അവനവൻ്റെ വീടിന് വെളിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്, അവനവൻ്റെ വീടിന് വെളിയിൽ നിലവിളിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ഒരു ധാരണ വേണ്ടേ? അപ്പോൾ വാക്കുകൾക്കപ്പുറത്ത് കുറച്ച് പ്രവൃത്തിക്കൊരു പ്രസക്തിയുണ്ട് ഈ കാലത്ത്. അത് അപ്പം കിട്ടാഞ്ഞ് വെള്ളം കിട്ടാഞ്ഞെന്നൊക്കെ പറയുമ്പം അത് ഈ ഉദരത്തിൻ്റെ പ്രശ്നം മാത്രമല്ല കേട്ടോ. ഉദരത്തിന് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മറികടക്കാൻ പറ്റും. പക്ഷേ ഹൃദയത്തിൻ്റെ വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചൊരു വിചാരമുണ്ടോ? ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന്, കുറച്ചു നേരം ഒന്ന് ഒപ്പം ഇരുന്നിരുന്നെങ്കിലെന്ന് വിചാരിക്കുന്ന എത്ര ആളുകളുണ്ടാവും വീട്ടിൽ. സ്ത്രീകൾക്കൊരു വാഴ്ത്തൊന്നും ആയിട്ടല്ല, എന്നാലും ഞാനിത് പറയുമ്പം പെട്ടെന്ന് സ്ത്രീകളെ ഓർക്കുക. പെൺകുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്? പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നത് മാനവും മര്യാദയ്ക്കും ജീവിച്ച് പഠിക്കടി, വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാണ്. ഒരു 5 വയസ്സുകാരി മുതൽ പതിയെ കേട്ട് തുടങ്ങുന്നുണ്ട്, എൻ്റെ വീടല്ലേ ഇതിപ്പോൾ, ഓഹോ ഞാൻ വേറൊരു വീട്ടിൽ പോകാനുള്ളതാണോ? ആ കൊച്ചിന് ഐക്യു കൂടുതലാണ്, അന്നേരം തൊട്ട് വീട് അന്വേഷിക്കും കേട്ടോ. അപകടം പിടിച്ചൊരു ഏർപ്പാടാണ്. എൻ്റെ 2 പെമ്മക്കളെ ഓർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ വേറെ ഏതോ വീട്ടിൽ വളരാനുള്ള ഒരു പ്രോഡക്റ്റിനെ നമ്മളൊന്ന് പരുവപ്പെടുത്തിയെടുക്കുന്നു, ആയിക്കോട്ടെ. അവിടെ തന്നെത്താനുള്ള അന്വേഷണത്തിൻ്റെ ഫലമോ കൂട്ടം ചേർന്നുള്ള അന്വേഷണത്തിൻ്റെ ഫലമോ എന്തായാലും 23, 24, 25 എപ്പോഴെങ്കിലും അവിടെ ഒരു വീട് കണ്ടെത്തി കിട്ടുമല്ലോ അവർക്ക്. എന്തൊരു സന്തോഷമാണെന്നറിയോ. എത്ര കാലമായിട്ട് ഞാൻ കാണാൻ കൊതിച്ച, ജീവിക്കാൻ ആഗ്രഹിച്ച ഇടമായത്. അവിടെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞത് ആ പൂമുഖത്തൊരു വല്ലാത്തൊരു ഡിസ്കഷൻ, കുറച്ച് സീരിയസ് മാറ്ററാണ്. ഇവളിങ്ങനെ ഓർക്കുമ്പോൾ എന്തൊരു മണ്ടത്തരങ്ങളൊക്കെ ഇവർ പറയുന്നത്, എൻ്റെ കെട്ടിയവരുൾപ്പെടെ. അതിങ്ങനെ കുറച്ച് നേരം കേട്ട് നിന്നിട്ട് ഈ പെണ്ണ് വന്നിട്ട് പറയും, അതാ ഇങ്ങനെ ആയാലോ, ദേ വന്നു കയറിയവർ ഇവിടെ കൂടുതലൊന്നും വെച്ച് വിളമ്പണ്ട, ഇവിടുത്തെ ആൾക്കാരുണ്ട് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആ പാവം പെണ്ണ് ഇങ്ങനെ മുകളിലോട്ട് നോക്കും. മാധവക്കുട്ടിയുടെ നമസ്തേ വലിയൊരു കഥയാണ് കേട്ടത്. അപ്പോൾ എൻ്റെ വീട് ഇതുമല്ലേ. അപ്പോൾ അവൾ പിന്നെ ഒരു മിസ് കോളിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അപ്പുറത്തെ വീടിൻ്റെ ജനാലയുടെ കിളിവാതിൽ തുറക്കൊന്ന് നോക്കി നിന്നാൽ അവളെ കുറ്റം പറയാനായിട്ട് ഭൂമിയിലെ പുരുഷന്മാരും മുതിരരുത് കേട്ടോ, സത്യമായിട്ട്. പിന്നെ വൈകിട്ട് വരുന്ന അയാൾ എന്തിനീ വെട്ടുപോത്തിനെ പോലെ ഇങ്ങോട്ട് വരുന്നേ? നിങ്ങൾ സ്ത്രീകൾക്കുള്ള പൊതുവെ ഒരു പരാതി ഞങ്ങളെക്കുറിച്ച്. ശരിയായിട്ട് ശരിക്കും ഒരു പോത്തിൻ്റെ മാതിരിയാണ് വരുന്നേ. ചായ വേണോ? കുളിക്കാൻ വെള്ളം വേണോ? വെക്കണോ? ഈ മൂളിച്ച് ഇയാൾക്ക് വാതുർന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? അയാളെ നിങ്ങൾ എന്തുമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്? അയാൾ ആ പകൽ നേരം ആരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. മാത്രമല്ല ഭൂമിയിലെ അപ്പന്മാരെ മനസ്സിലാക്കിയിട്ടുള്ള എത്ര ആളുകളുണ്ടാവും ഇവിടെ ഈ മണ്ണിൽ. കാരണം വെയിൽ കൊള്ളുന്ന തണൽ മരങ്ങളാണ് ഭൂമിയിലെ അപ്പന്മാർ. ഞാനിത് പറയുമ്പം ശ്രേഷ്ഠ ബാബാ തിരുമനസിനെയും കൊണ്ട് ഓർത്തുകൊണ്ടാണ് പറയുക. വെയിൽ കൊള്ളുന്ന തണൽ മരമാണ്. മണർകാട് പള്ളി ഓർത്താൽ എന്നെ സംബന്ധിച്ചത് എൻ്റെ അനുഭവമാണ്. അതിൻ്റെ കിഴക്കേ മറ്റത്തൊരു തണൽ മരമില്ലേ, അതിനകത്തു നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ ആവും ഇറങ്ങി വരിക. എന്തായാലും നട്ടുച്ചയ്ക്ക് ഈ മരത്തിൻ്റെ തണലിലെത്തുമ്പം കിട്ടുന്നൊരു ഭയങ്കര കുളിർമയുണ്ട്. ആ നേരത്ത് ആരും ഒന്നും പരിചയക്കാർ മിണ്ടാൻ വരരുതേ, ലോഹ്യം ചോദിക്കാൻ വരരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഒരു മിനിറ്റ് കൂടുതൽ നിൽക്കാറില്ല, എന്നാലും ഒരു സുഖമുണ്ട്. എന്നിട്ട് ശകലവും കൊണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ വീണ്ടും പൊരിവയിലാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മരം എന്തുമാത്രം വെയിൽ കൊണ്ടാണ് നിൽക്കുന്നതെന്നറിയാമോ?
ഭൂമിയിലെ മുഴുവൻ അപ്പന്മാരും അത്രമാത്രം വേലി കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും പരിക്കരാകുന്നത്. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് എന്തേ മക്കളായ നമുക്ക് മനസ്സില്ലാതെയും ഒക്കെ പോകുന്നു. ഒരു സഭയുടെ യാനപാത്രത്തെ ഇങ്ങനെ തുഴഞ്ഞ് ഇത്രത്തോളം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് നമിക്കുക, ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ. പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നഷ്ടപ്പെട്ടു പോയ കൃപയെയും പരിജ്ഞാനത്തെയും ഉടയവനെയും അയാളുടെ ആ മുന്തിരിത്തോട്ടത്തെയും ഒന്ന് ഓർക്കേണ്ടത്. ഫലം കൊടുക്കാതെയുള്ള ആ മരത്തിൻ്റെ ആ ധാർഷ്ട്യം പിടിച്ച നിൽപ്പിനെ ഒന്ന് ധ്യാനിച്ചാൽ പിന്നീട് അവിടെ എന്ത് സംഭവിക്കുന്നു ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. തോട്ടക്കാർ വന്ന് കാലേ വീഴുക, യജമാനൻ എൻ്റെ പൊന്നു മാഷേ വെട്ടിക്കളയരുത്. എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ്. നന്നാവുമെന്ന് കുറച്ച് വളവും വെള്ളവും ഒക്കെ കൊടുത്തു നോക്കാം, വരുന്ന ആണ്ടിലത് കായ്ക്കും. എങ്ങനെ കായ്ക്കും? കോർലോസ് തിരുമേനി പറഞ്ഞതുപോലെ മരം നിറയെ കൊടി കണ്ടതുപോലെ ഇലകളേക്കാൾ കൂടുതൽ അത്തിപ്പഴങ്ങളുമായിട്ട് മരം നിൽക്കും. കൃതജ്ഞത വേണം, സ്മരണ വേണമെന്നൊക്കെ പറയുന്നത് പോലെ കൃതജ്ഞത വേണം. അപ്പോൾ മരത്തിന് അങ്ങനെ നിന്നേ മതിയാവും, നിറയെ പഴങ്ങളുമായിട്ട്. പക്ഷേ യേശു പറഞ്ഞ ഈ കഥയുണ്ടല്ലോ, ലൂക്കോസ് 13:6-9, ആ കഥയ്ക്കൊരു കൃത്യമായൊരു ക്ലൈമാക്സ് ഇല്ലാതെ പോയി. ട്വിസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ക്ലൈമാക്സ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ചേർത്ത് വെച്ച് പൂരിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. വരുന്ന ആണ്ടിൽ അത് ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ലയോ എന്നതിന് ടോസ് ഇടാൻ വരട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞു പോയ ആണ്ടിനെക്കുറിച്ചൊന്ന് ഓർത്താലോ. ഏതാ? 2017. ആ 2017 ദൈവം എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണെങ്കിലോ, എന്ത് തീരുമാനം? പാഴ് കാലം വരെ ഇവിടെ നിന്നു, എന്തു പ്രയോജനം? നിലം പാഴാക്കി കളഞ്ഞതല്ലാതെ വെട്ടിക്കളെ. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ മറിയവും ഞാൻ കുറച്ചും മുമ്പേ പറഞ്ഞ ജോസഫ് പിതാവും നമ്മുടെ പത്രോസ്ലീഹായും ഒക്കെ ഒരുപക്ഷെ എനിക്ക് വേണ്ടി കാലം വേണ്ടിയിട്ടുണ്ടാവും. നിൽക്കട്ടെ, ഈ ആണ്ട് കൂടി നിൽക്കട്ടെ. ഏതാണ്ടാ ഈ 2018? ഈ 18 പോവാ. എന്തായി? എന്ത് ഫലം പുറപ്പെടുവിച്ചു? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നോ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നിങ്ങൾ സമൃദ്ധിയായി ഫലം പുറപ്പെടുവിപ്പാനായിട്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്തൊരു വചനമാത്! ഇതേ സുവിശേഷം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ലേക്ക് വരുമ്പോൾ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അതിന് ഫലം പുറപ്പെടുവിപ്പാനായിട്ട് സാധ്യമല്ല. എന്തുമാത്രം സഹനങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ എന്തുമാത്രം സഹനങ്ങൾക്ക് വിട്ടുകൊടുത്തു. നക്ഷത്രം കണ്ട് യേശുവിനെ കാണാൻ എത്തിയവർ കൊട്ടാരങ്ങളിലും അരമനകളിലും തങ്ങിപ്പോയി. പക്ഷേ അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയെങ്കിൽ നമുക്കിപ്പോഴും അവിടെ തന്നെ അകപ്പെടാനായിരുന്നു വിധി. നമ്മളിപ്പോഴും ആ സമൃദ്ധിയുടെ ആഡംബരത്തിൻ്റെ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു യേശു അന്വേഷണത്തിന് എൻ്റെ ജീവിതത്തിൽ ഈ മുന്തിരിത്തോട്ടവും അതിലെ ധാർഷ്ട്യം പിടിച്ച അത്തിയും ഉണ്ടാവണം. പിറ്റേ വർഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? 2 സാധ്യതകളാണെന്ന് നമ്മൾ കണ്ടു. ഒന്ന്, നിറയെ ഫലങ്ങളായിട്ട് ഇങ്ങനെ കൃതജ്ഞതയോടെ നിൽക്കുക, എന്ത് ഭംഗിയാവുക കാഴ്ചയ്ക്ക്. രണ്ടാമത്തെ സാധ്യത, കൈയൊക്കെ പുറകെ കെട്ടി ഇങ്ങനെ കാലൊക്കെ പരമാവധി അകത്തിപ്പിടിച്ച് ഭൂമിയിലെ ഏറ്റവും ധാർഷ്ട്യത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ ഇങ്ങനെ നിൽക്കുക. ഒരുപക്ഷെ നമ്മളിങ്ങനെ പള്ളിക്കകത്തൊക്കെ നിൽക്കുന്നത് പോലെ. അങ്ങനെ ദൈവത്തെ വെല്ലുവിളിച്ചും ദൈവത്തിൻ്റെ കരുണയിൽ അമിതമായിട്ട് ആശ്രയിച്ചു. കാരുണ്യവാനാണല്ലോ, കരുണയുള്ളവനാണല്ലോ, അവൻ്റെ കരുണയും കരുതലുമൊക്കെ എക്കാലവും എൻ്റെ മീതെ ഇങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുമല്ലോ എന്നുള്ള വിചാരത്തിൽ, ആ ഒരു വിചാരത്തിലാണെങ്കിൽ അവിടെ നിന്ന് നമ്മളൊന്ന് പുറത്ത് കിടക്കേണ്ടേ? കടന്നാലല്ലേ നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ. എവിടെ നിന്ന് നമ്മൾ ആരംഭിക്കണം? ആയിരിക്കുന്ന ചെറിയ വീടിനെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഗൗരവത്തിലെടുക്കാൻ പറ്റുമോ? പുറത്തെ മുഴുവൻ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ വിട്ടിട്ട് അവനായിരിക്കുന്ന വീടിനെ കുറച്ചും കൂടി ഒരു പ്രാർത്ഥനയോട് സ്നേഹത്തോടെ ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നു. 4 വയസ്സുള്ള കൊച്ച് അപ്പം പോയപ്പോൾ പറഞ്ഞു, കളർ പെൻസില്. അമ്മയകത്തുനിന്ന് നിലവിളിച്ചു. ഒരു ചൂലെടുത്ത് വെറുതെ നടന്നാൽ മതി വീടിനകത്തൂടെ. 4 സഞ്ചി നിറയെ കളർ പെൻസിൽ വാരിക്കൂട്ടാം. ഇനിയും വേണോ നിനക്ക്? വേണം വേണം വേണം. നിർഭാഗ്യവശാൽ രാത്രി വൈകിപ്പോയി അപ്പൻ. പക്ഷെ അവൻ ഉറങ്ങിയില്ല. അപ്പം ആ കളർ പെൻസിൽ മറന്നുപോയി. അവൻ പതിവില്ലാതെ കുറേ നേരം കരഞ്ഞു. മൂത്തതും അമ്മയും ഒക്കെ
പറ്റാവുന്ന പെൻസിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ കരച്ചിൽ നിർത്തിയില്ല. അപ്പോൾ അപ്പം വന്ന് ചോദിച്ചു, എന്നെ പറ്റി? ഒരു കളർ പെൻസിലാണ്, നാളെ ആട്ടെ. അല്ല അപ്പം ഈ തിരക്കിനിടയിൽ അപ്പൻ എത്ര വേഗം എന്നെ മറന്നു പോകുന്നേ. ഒരു 4 വയസ്സുകാരൻ ഇങ്ങനെ ഒരപ്പനെ മുൾമോനെ നിർത്തിയ സംഭവം കേട്ടോ. ഈ തിരക്കിനിടയിൽ എത്ര വേഗം അപ്പൻ എന്നെ മറന്നു പോവുക. നമുക്ക് വീടിനെ കുറച്ചും കൂടി ഒന്ന് ഗൗരവത്തിലെടുത്താൽ ശരിയാ. വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴേ അവൾക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം. നിങ്ങളുടെ തള്ള എന്തൊരു സാധനം, അത് കെണ്ടിപ്പിടിച്ച് തള്ളിയ വെള്ളം പറ്റിപ്പോലെ അവർക്കൊന്നും പറ്റില്ല. ഇന്നവരെന്നെ കഞ്ഞി കുടിപ്പിച്ചില്ല. കഷ്ടപ്പെട്ട് കപ്പയും മീൻകറിയും വെച്ചതാണ്, വെറുതെ കഷ്ടം. സത്യം, ആ സ്ത്രീ കള്ളം പറയുന്നല്ല കേട്ടോ. പക്ഷെ ഇത് കേട്ട് നിങ്ങളാകെ ഹാലിളകുക. പഴയ ചലച്ചിത്രത്തിൽ ഇങ്ങനെ ചില ഒരാൾ തലമുടിയൊക്കെ വലിച്ചു പറയ്ക്കുന്ന മാതിരി. വെറുതെ ഒന്ന് ഒരു ശാന്തതയിൽ ഓർക്കുക, ഈ പാവസ്ത്രീക്ക് ഇത് പറയാനായിട്ട് ഈ ഭൂമിയിൽ ഇയാളല്ലാതെ വേറെ ആരുമില്ല. ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്നും ഈ സ്ത്രീ പറയുക. അതിനൊന്ന് തലയാട്ടി തുടങ്ങിയാൽ ആ സ്ത്രീയുടെ പറച്ചിലിൽ ഓളിയം കുറയും, അളവ് കുറയില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് ക്വാണ്ടിറ്റി അളവും കുറയും. പതിയെ അല്ലെങ്കിൽ ഞാനിനി നിങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയും, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ പുരുഷന്മാരിത് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഇനി സ്ത്രീയെ, ഒരു പുരുഷനെ ഒരു വീട്ടിലെ വിളക്കായി മാറണം എന്നൊക്കെ നമ്മൾ പറയും. ഒരു വീടിനെ കുറേയും കൂടി ഒരു ദൈവഭവനമാക്കി യേശുവിൻ്റെ സ്നേഹവും കൃപയും പരിജ്ഞാനമുള്ള വീടാക്കി രൂപാന്തരപ്പെടാനായിട്ട് ഒരു അമ്മ, ഒരു സ്ത്രീയെ കുറേയും കൂടി ഒന്ന് ഭേദപ്പെടണ്ടേ, പാകപ്പെടണ്ടേ. അപ്പോൾ അതിന് നമുക്ക് ആവണം. അവിടെയാണ് ഹൃദയത്തിന് സംഭവിക്കുന്ന വിശപ്പ്, ദാഹം, പിന്നെ പറയുന്നത് ഞാൻ രോഗിയായിരുന്നു എന്നുള്ള. എന്തുമാത്രം ദുർബലരായ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അവരെ ഒന്ന് കാണാനും കരുതാനും അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്താനുമൊക്കെ എന്തേ നമുക്ക് സാധിക്കാതെ പോകുന്നു, എന്തേ നമുക്കതിന് സാധിക്കാതെ പോകുന്നു. പിന്നെ നഗ്നതയാ, അതെന്താ? മനുഷ്യനെ നമ്മൾ എന്തുമാത്രം നാണം കെടുത്തുന്നേ. ശരിക്കും എന്തുമാത്രം അപവാദങ്ങൾ പറഞ്ഞാന്നറിയോ. മാത്രമല്ല, ആരെയും വിധിക്കാനായിട്ട് ഒരു അവകാശവും അധികാരവും ഉടയോ നമുക്ക് തന്നിട്ടില്ല. ശരിയല്ലേ? നന്മ തിന്മകളുടെ ഫലം ഭക്ഷിക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതൊക്കെ തമ്പുരാൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലേക്ക് കടക്കാതെ നമുക്ക് പറ്റാവുന്നത്ര ഒന്ന് പൊതിഞ്ഞു പിടിക്കുവാനായിട്ട് നമ്മളിങ്ങനെ മനുഷ്യരൊക്കെ ഇങ്ങനെ ഉടുതുണി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ജീവിതത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. അതൊന്ന് ചേർത്ത് പിടിക്കണ്ടേ? എന്തുമാത്രം ആളുകൾക്ക് ധാരണയുണ്ട്, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഒരു സുപ്രഭാതത്തിൽ നിലച്ചു പോയാൽ അവരെന്ത് ചെയ്യും? ആ ഇമ്മാനുവേൽ എന്നൊക്കെ പറയുന്ന കുറച്ച് പഴക്കമുള്ളൊരു ചലച്ചിത്രം ഒന്ന് ഓർത്താലൊക്കെ മതി. ഒരു 40-ന് മീതെ പ്രായമുള്ള ആ വീട്ടിലെ ഏക വരുമാനത്തിൻ്റെ സ്രോതസ്സായ ആളുടെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആളെന്ത് ചെയ്യും? എന്തൊരു ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ധാരണയുണ്ട്? അപ്പോൾ കുറച്ചും കൂടി കരുതലും കരുണയുമൊക്കെ ഈ കൃപയിൽ നിന്ന് സ്വീകരിക്കുക. അവസാനിപ്പിക്കട്ടെ പറഞ്ഞ്. ഒരു സഞ്ചാരി ഉണ്ടായിരുന്നു. അയാൾക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഭിക്ഷ കൊടുത്താൽ ഇങ്ങനെ കഴിക്കാതെ മാറ്റി വെക്കും. പരമാവധി വിശക്കട്ടെ എന്ന്, കുറച്ച് ദൂരവും കൂടെ താണ്ടട്ടെ എന്ന് വെക്കും. ഒരപ്പം കിട്ടി തുവാലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ആൾത്തറയിൽ ഇരുന്നപ്പോൾ അഴിച്ചു നോക്കി, കുറച്ചും കൂടെ പോയിട്ട് മതി, ആകെ ഉള്ളതാണ് ഇതും കൂടെ കൈവിട്ടാലോ. അങ്ങനെ ഒരു ദിവസം കൂടി യാത്ര ചെയ്ത് ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ തുവാല തുറന്നു, അപ്പം നോക്കിയപ്പോൾ അത് നിറയെ ഉറുമ്പ്. അപ്പം പകുതി ഉറുമ്പ് കൊണ്ടുപോയെന്ന് മാത്രമല്ല, അപ്പം നിറയെ ഉറുമ്പ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുക. ഇയാൾ വേഗം കൈകൂപ്പി. അത്ര യുട്ടോപ്പിയയിലുള്ള ഒരു സഞ്ചാരിയാണെന്ന് നിങ്ങളിപ്പോൾ പറയും, എന്നാൽ എനിക്കിത് പറഞ്ഞ് തീർത്തേ മതിയാവും. അയാൾ കൈ കൊപ്പിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കുറുമ്പും കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീടും കൂട്ടുകാരും ഒക്കെ ഞാൻ മൂലം നഷ്ടപ്പെടുത്തി, ഞാൻ എങ്ങനെ ഇതിന് പ്രായശ്ചിത്തം ചെയ്യും? അയാൾ ആ തുണി തിരികെ പൊതിഞ്ഞു. അയാൾ തിരികെ നടന്നത്രയോ ഒരു ദിവസം കൂടി. എന്നിട്ട് ആ പഴയ ആൾത്തറയിലെത്തി അവിടെ ഇത് തുറന്ന് വെച്ചിട്ട് കുടഞ്ഞു. അപ്പം തന്നെ അപ്പം പിന്നെയും കുറച്ചുകൂടെ പോയിട്ടോ. കുടഞ്ഞിട്ട് പറഞ്ഞു, ഒക്കെ പൊക്കോ, എന്നെക്കൊണ്ട് ഞാൻ ചെയ്ത ഉപദ്രവത്തെ ഞാനിങ്ങനെ ഇത്രയൊക്കെ കരുണ വേണ്ട, ഇത്രയൊന്നും കരുണ വേണ്ട. പക്ഷെ വീടിനുള്ളിൽ ആഹാരം കഴിക്കാത്ത ആളുകളുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് വീട്ടിലെ കാരണവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് മിനിമം കൂലി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു യജമാനന് ഒരു ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ മിനിമം മനുഷ്യൻ്റെ ഏറ്റവും വലുത് അവൻ്റെ ആഹാരമാണെന്നുള്ള ധാരണ നഷ്ടപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞതിലേക്കൊന്ന് തിരികെ എത്താം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ജീവിക്കുന്നത്. ദൈവത്തിനെ കൊണ്ടുകൂടിയാണ്. സമയത്തിന് പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ തിരികെ പെട്ടെന്ന്. നക്ഷത്രവിളക്ക് ഒരു അപകടം പിടിച്ച ക്രിസ്തു അടയാളമാണ്. തൂക്കരുതെന്നോ വേഗം അഴിച്ചിറക്കണമെന്നൊന്നുമല്ല. ഞാനും തന്നെ ഒരു ഉപമയായിട്ട് എടുത്തതേ ഉള്ളൂ. അകത്ത് കുറച്ച് ക്രിസ്തു ബോധമുള്ള, ഒന്നുമില്ല ക്രിസ്തു ബോധത്തിന് ആഗ്രഹമുള്ള ആളുകളായിട്ട് രൂപാന്തരപ്പെടുക. അതാണ് ഈ കൃപയും പരിജ്ഞാനവും എന്നൊക്കെ പറയുന്നത്. കടൽ തീരം പോലെയുള്ള മനസ്സും വേണ്ട, കൈത്തോടിൻ്റെ അത്രയും മതി ഒരാൾക്കും കൂടി നിറങ്ങിക്കാനായിട്ട്. അതിന് വീടിന് വെളിയിലുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് ഗൗരവത്തിലെടുപ്പാനായിട്ട് നമ്മളും ഒന്ന് ശ്രമിച്ചു തുടങ്ങുക. അങ്ങനെയാകുമ്പോഴാണ് ഒരു നല്ല ക്രിസ്തു അനുഭവം നമ്മളിലുണ്ടാവുക. അവിടെയാണ് അർഹതയില്ലാത്തൊരിടത്താണ് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുക. ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ ഇത്രയും ആളുകളെ അഭിസംബോധന ചെയ്ത് നിൽക്കുമ്പോഴേ എനിക്ക് തോന്നുന്നുണ്ട് ഞാനിതെൻ്റെ വലിയ പുള്ളിയാണെന്ന്. സത്യമായിട്ട് ശരിക്കും. പക്ഷേ സഭയെന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഫ്രെയിം ഇല്ലാതെ ഞാനെന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? അത് സഭയുടെ ഓരോ ചെറിയ യൂണിറ്റുകളായ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതൊരു കാര്യമാട്ടോ. നമ്മൾ പറയുമ്പം ഞാനൊരു വലിയ പുള്ളിയാട്ടോ ശരിക്കും. പക്ഷേ സഭയുടെ ഈ ഫ്രെയിമിനകത്തല്ല എങ്കിൽ എനിക്കൊരു വിലയില്ല സത്യം പറഞ്ഞാൽ. പഴയ ചാക്കോ മാഷ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സിൻ്റെ ആ കണക്കിൻ്റെ ഒരു ചലച്ചിത്രമില്ല, ഓട്ടക്കാലനെയൊക്കെ കഷ്ടമാണ്. അത് തിരിച്ചറിയാനായിട്ട് കുറച്ച് വിവേകം കൂടി ഈ ദിവസങ്ങളിൽ എന്നെയോ നമ്മളെയോ ആവശ്യക്കാരെയോ ഒക്കെ തേടി വരട്ടെ എന്ന് കൂടി ഓർമ്മപ്പെടുത്തി. ഫലം പുറപ്പെടുവിപ്പാതെ ഇനിയും മുമ്പോട്ട് പോകരുത്. ഒരുപക്ഷെ അവസാനത്തെ ഒരു വർഷമായിരിക്കാം എനിക്കും നിങ്ങൾക്കും തമ്പുരാൻ തന്നിരിക്കുന്നത്. ബോണസ് ഇയർ, അധിക വർഷമായിരിക്കാം. അതിനെയെങ്കിലും ഒരു പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൈകാര്യം ചെയ്യാനും വിനിമയം ചെയ്യുവാനും ഞാനും നിങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു, പരിശീലിക്കേണ്ടിയിരിക്കുന്നു. അവിടെ അപ്പം മാത്രമല്ല എന്നും ഉടയവനുണ്ടെന്നുമുള്ള ഒരു ഓർമ്മയിൽ ഓരോ ദിവസത്തെയും പറഞ്ഞു വിടാനായിട്ട് ഒരു ക്രൈസ്തവ ധാർമ്മികതയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ഓരോ ദിവസത്തെയും പറഞ്ഞു വിടാനായിട്ട്. ഒടുവിൽ ഒരു 6 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യപേപ്പർ കിട്ടിയിട്ട് ചോദ്യം പോലും ഒരാവർത്തി വായിച്ചു നോക്കിയിട്ടില്ലാത്ത മഹാമണ്ടനാണെന്നുള്ള ഒരു വിധി അവസാനം കേൾക്കാൻ ഇടയാകരുത്. ആ വിശപ്പിനെയും ദാഹത്തെയും ഒക്കെ അവനവൻ്റെ പരിസരത്തെ മാത്രം ഉറ്റുനോക്കിയാൽ പോലും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. സഭ നൽകുന്ന, കൊടുക്കുന്ന, നടത്തുന്ന ഇത്തരം ജീവകാരുണ്യ ശുശ്രൂഷകളോടൊപ്പമായിരിക്കാനും കൂടി ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. യേശുക്രിസ്തുവാകുന്ന ആ വെളിച്ചവും കൃപയും പരിജ്ഞാനവുമൊക്കെ ഈ രാവ് മാത്രമല്ല എക്കാലവും നമ്മളെ വന്ന് മൂടിപ്പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും ആശംസിച്ചും നിർത്തുന്നു. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല ക്രിസ്തുമസിൻ്റെ അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ ആ വഴിക്കൊന്നും ക്രിസ്തുവിൻ്റെ ഗുണമോ മണമോ രുചിയോ ഒന്നും ഉണ്ടായില്ല. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പതിയെ കാലെടുത്ത് വെക്കുമ്പോൾ പരിശുദ്ധനായ പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ അവൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാനായിട്ടുള്ള വലിയ ആഹ്വാനം ജീവിതത്തിൻ്റെ ബാക്കി ലക്ഷ്യമായിട്ട് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. കർത്താവായ യേശുവേ, ആ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവാനോ നിൽക്കുവാനോ വളരുവാനോ ആകുവാനോ ഒന്നും ഒരു യോഗ്യതയുമില്ല. വെറും അത്യയാണ്. എവിടെ വേണമെങ്കിലും ആകാമായിരുന്നു, വളരാമായിരുന്നു, എങ്ങനെയും അവസാനിക്കാമായിരുന്നു. എന്നിട്ടും ആ മുന്തിരികളേക്കാൾ കൂടുതൽ കരുതലും കാവലും പരിഗണനയും പരിപാലനമൊക്കെ തന്ന് ഇത്രത്തോളം എത്തിച്ചു അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തുടർന്നും ഞങ്ങളെ വഴി നടത്തണമേ. പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നേരിടാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ വഴികളെ പ്രകാശിപ്പിക്കണമേ. ദൈവമാതാവായി പരിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും മോറിയോസ പിതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും വിലയേറിയ മധ്യസ്ഥ അഭയപ്പെട്ട് ഞങ്ങളും ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയി ഒരുമിച്ച് ചേർന്ന് പിതാവാം ദൈവത്തെയും പുത്രൻ തമ്പുരാനെയും പരിശുദ്ധ റൂഹായെയും ഇന്നും എന്നാളും മഹത്വപ്പെടുത്തുമാറാകുന്നു. ആമേൻ.